അടുത്തതായി പ്രസംഗിക്കുന്നതിനു വേണ്ടി SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ സഖാഫിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العظيم. സർവാധരണീയരായ സാദാത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കൾ, സുന്നി യുവജന സംഘത്തിന്റെ SSFന്റെ ജമിയത്തുൽ മുഅല്ലിമീൻ, SMA തുടങ്ങിയ വിവിധ സംഘടനകളുടെ പ്രമുഖരായ നേതാക്കൾ, ഈ മഹത്തായ ഉറൂസിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾ, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ആത്മീയമായ ഔന്നത്യത്തിന് എല്ലാവിധ കരുത്തു പകർന്ന് ആവേശം പകർന്ന് അടുത്ത കാലം വരെ നമ്മോടൊപ്പം ജീവിക്കുകയും കേരളത്തിലെ ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും സാധാരണക്കാർക്കും ജീവിതകാലത്ത് എല്ലാ അർത്ഥത്തിലുമുള്ള ആശ്വാസം പകരുകയും തണൽ നൽകുകയും ചെയ്ത ആഷിഖുർ റസൂലായ, ജീവിതത്തിലുടനീളം തന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും സംസാരത്തിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവിച്ച് ലോകത്തിന്റെ മുന്നിൽ മാതൃക കാണിച്ചു കൊടുത്ത കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ഉസ്താദിന്റെ ഉറൂസ് ഓരോ വർഷം തോറും വളരെ വളരെ വിപുലപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ച് വിശ്വസിച്ച് അള്ളാഹുവിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ജീവിതത്തെ അനുകരിച്ച് ലോകത്തിന് എങ്ങനെ മാതൃകയാകാമെന്ന് ജീവിതത്തിലൂടെ കാണിച്ചുകൊടുത്ത് ഒരു വിശ്വാസിക്ക് എന്തൊക്കെ നേടാം ആത്മീയമായെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ഉറൂസിലെ ഓരോ സമയവും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുദീർഘമായൊരു ഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ധാരാളം പ്രമുഖരായ പണ്ഡിതന്മാരും പ്രഭാഷകരും പേരോട് ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇവിടെ സംസാരിക്കുവാനുണ്ട്. വിശുദ്ധ ഇസ്ലാം ഇന്ത്യ രാജ്യത്ത് വളർന്നു പന്തലിച്ചൊരു വലിയ പ്രസ്ഥാനമായി മാറുകയും നമ്മുടെ രാജ്യത്ത് ഇസ്ലാം വളർന്നതിൽ ഏത് കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും സാദാത്തുക്കളും പണ്ഡിതന്മാരും ആണെന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രസംഗിക്കാത്ത, കൂടുതൽ വാചാലരാവാത്ത, അതേസമയം 1000 പ്രഭാഷകരെ വെല്ലുന്ന ജീവിതത്തിന്റെ സുന്ദരമായ നല്ല നല്ല സന്ദേശങ്ങൾ ലോകത്തിന് ജീവിച്ച് കാണിച്ചുകൊടുത്ത മഹാരഥന്മാരായ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും സാന്നിധ്യം ഇന്ത്യ രാജ്യത്ത് വിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനിനുണ്ടാക്കിയ മേൽക്കോയ്മ നമുക്ക് സുൽത്താനിൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനിൽ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ത്യ രാജ്യത്തിന്റെ ഒരറ്റമാകുന്ന അവിടം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ
അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ മസാറുകൾ കേന്ദ്രീകരിച്ച് എന്നും നിലനിന്നുവരുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ആ ഒരു ഉയർച്ചയും വളർച്ചയും സമുദായത്തിന്റെ ആത്മീയമായ മുന്നേറ്റവും നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ പുതിയ തലമുറക്ക് ആ ചരിത്രത്തിലെ പ്രതിഭാധരന്മാരായ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും ജീവിതത്തിന്റെ അനുഭവം വർത്തമാനത്തിന് പകർന്നുകൊടുക്കുന്ന വളരെ സുന്ദരമായ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ രാവും പകലും ജനനിബിദ്ധമായി അണമുറിയാതെ വിശ്വാസികൾ നാടും പ്രദേശവും ഭേദമന്യേ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ ഉസ്താദിനെ സന്ദർശിക്കുവാൻ വേണ്ടി. ഇത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ അപഗ്രഥിക്കുകയും പരാമർശിക്കുകയും തന്റെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കവിതകളും മദ്ഹ് ഈ വരികളുമൊക്കെ ഇവിടെ അപഗ്രഥിച്ചുകൊണ്ട് പലവരും സംസാരിക്കുകയും ഇനിയും ധാരാളം പ്രസംഗങ്ങൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. റബീഉൽ അവ്വൽ എന്ന് പറയുമ്പോൾ മഹബത്തിന്റെയും അനുരാഗത്തിന്റെയും ഇഷ്കിന്റെയും പ്രകീർത്തനത്തിന്റെയും വസന്തമാണ് ലോകത്ത് സമാഗതമായിരിക്കുന്നത്. ഇസ്ലാമിന്റെ എതിരാളികൾ മുസ്ലിങ്ങളിൽ ആത്മീയ വീര്യവും ആത്മീയ ചൈതന്യവും ഉണ്ടാക്കുന്ന എന്തെല്ലാം മാധ്യമങ്ങളുണ്ടോ അതിനെ മുഴുവനും ഇല്ലായ്മ ചെയ്യാനും തടയാനും ശ്രമം നടത്തുന്നതിന്റെ ഭാഗമാണ് റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രാധാന്യത്തെ ചെറുതാക്കിക്കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ മുസ്ലിം സമുദായത്തിന്റെ ജീവിതത്തിൽ ധാരാളം ഓർമ്മകളും ചരിത്രവും ഓർമ്മപ്പെടുത്തുന്ന ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കുവാൻ അവസരം നൽകുന്ന ലോകത്തൊരു വിശ്വാസിക്കും ലോകത്തിനും ഏറ്റവും വലിയ മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉത്തമമായ ഉജ്ജ്വലമായ ഏറ്റവും സുന്ദരമായ ലോകത്താർക്കുമില്ലാത്ത മാതൃകയുണ്ടെന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം വിസ്മരിച്ച് ജീവിക്കുന്ന പുതിയ തലമുറയിലെ ഉമ്മത്തിന് വീണ്ടും ഓർമ്മപ്പെടുത്തലുകൾ ആത്മവിചാരത്തിന് അവസരം നൽകുന്ന ഒരു മാസത്തിലേറെ കാലം നീണ്ടു നിൽക്കുന്ന ഈ റബി എന്ന് പറയുന്ന മാസം പിറക്കുമ്പോൾ ഉണ്ടാവുന്ന ആവേശം നമുക്കൊരിക്കലും നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഹബീബിനോട് മഹബത്തുള്ള മഹാനായ കുണ്ടൂർ ഉസ്താദ് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തെന്ന ആ മാതൃക പിൻപറ്റി ജീവിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ആ റബീഉൽ അവ്വലിൽ തന്നെ മലപ്പുറം ജില്ലയിലെ കുണ്ടൂർ എന്ന് പറയുന്ന ഗ്രാമം ഒരു വസന്തത്തിന്റെ ഗ്രാമമാക്കി വല്ലാത്ത ഒരു വിശ്വാസികളുടെ ഒരു വല്ലാത്ത ജീവിതത്തിന്റെ അനുഭവം 1000 അനുഭവം നൽകുന്ന ഒരു പ്രദേശമാക്കി മാറ്റുന്ന തലത്തിലേക്ക് റബീഉൽ അവ്വലിൽ തന്നെ തന്റെ ഉറൂസ് നടക്കുന്ന തലത്തിലേക്ക് തന്റെ ജീവിതത്തെ അത്രമാത്രം ഹബീബുമായി ബന്ധപ്പെടുത്തി എന്നതാണ് അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുകയും റബീഉൽ അവ്വൽ സമാഗതമാകുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ആവേശം കാണിച്ചുകൊണ്ട് ആവുന്നത് മുഴുവനും ചെയ്യുന്ന പ്രകൃതിക്കാരനായിരുന്ന ജീവിതത്തിന് മാതൃക നൽകിയിരുന്ന ഉസ്താദ് ആ റബീഉൽ അവ്വലിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുകയും റബീഉൽ അവ്വലിൽ മറ്റൊരു വസന്തത്തെ തീർത്തുകൊണ്ട് അനുരാഗത്തിന്റെ മഹബത്തിന്റെ പ്രകീർത്തനത്തിന്റെ മറ്റൊരു വലിയ അനുഭവം തീർത്തുകൊണ്ട് ഈ ഉറൂസിന് കേരളം ലോകം സാക്ഷിയാവുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ലോകം അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒന്നുകൂടെ ഒരു റബീഉൽ അവ്വലിനെ വരവേൽക്കുന്ന മുസ്ലിമീങ്ങൾ ലോകത്തെ മുഴുവൻ ആളുകളും ചിന്തിക്കേണ്ട യാഥാർത്ഥ്യ പല കാര്യങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനമായുള്ള കാര്യം, ലോകത്ത് നടക്കുന്ന ഏത് പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം ഒരു കാലത്ത് നമുക്ക് അന്യമായിരുന്ന, ഒരു കാലത്ത് ഊഹിക്കുവാൻ പോലും പറ്റാതിരുന്ന, ഒരു കാലത്ത് സ്വപ്നത്തിൽ പോലും നമുക്ക് ദർശിക്കാൻ സ്വപ്നം പോലും കാണാൻ സാധിക്കാതിരുന്ന
വളരെ ക്രൂരമായ, മലിനമായ, വളരെ മോശമായ സാഹചര്യത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്നേഹം സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ മഹബത്ത് സമൂഹത്തിൽ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം മരിക്കുമ്പോഴാണ്, സ്നേഹം അന്യം നിൽക്കുമ്പോഴാണ്, സ്നേഹം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ വളരെ മോശമായ, ക്രൂരമായ പലതും സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ, ജീവിതത്തിന്റെ ഏത് കോണുകളിൽ നിന്ന് ചിന്തിച്ചാലും ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം കളങ്കമേശാത്ത, നിഷ്കളങ്കമായ, ആത്മാർത്ഥമായ, സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ലാത്ത മഹബത്ത് സമൂഹത്തിന് ലഭിക്കേണ്ടവർക്ക്, ജനങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ഗുരുവര്യന്മാർക്ക്, അയൽവാസികൾക്ക്, പ്രജകൾക്ക്, ലോകത്ത് ഭരണീയരായ ജനങ്ങൾക്ക്, അതുപോലത്തെ ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ടോ അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടുതന്നെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപിറവി കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ ഒന്നുകൂടെ സമാഗതമാകുമ്പോ നാം ആ സ്നേഹത്തെ തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അതിനുള്ള ഏറ്റവും നല്ല ഒരു വേദിയാണ് ഈ ഉറൂസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തിന്റെ ഏറ്റവും ആഴവും അതിന്റെ നിഷ്കളങ്കമായ സ്വഭാവവും സ്നേഹത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യവും സ്നേഹം ഇല്ലാത്ത ലോകത്തുണ്ടാവുന്ന പരിണതിയും ദുരന്തവും ലോകത്തെ ബോധ്യപ്പെടുത്തിയ നേതാവാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശദമായി പ്രതിപാദിക്കേണ്ട വിഷയമാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ആ ലക്ഷ്യം മറന്നുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകളിൽ അധാർമികമായ സ്നേഹങ്ങളാണ് കുടികൊള്ളുന്നത്. സ്നേഹത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം മാതാവിനെ സ്നേഹിക്കാനും, മക്കളെ സ്നേഹിക്കാനും, സുഹൃത്തിനെ സ്നേഹിക്കാനും, രാജ്യത്തെ സ്നേഹിക്കാനും, അതുപോലെ തന്നെ സ്നേഹിക്കേണ്ടവരെയൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോഴും മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രധാനമായുള്ള ഒരു കാര്യം, സ്നേഹം ധാർമ്മികമാവണമെങ്കിൽ, സ്നേഹം സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ലാത്ത സ്നേഹമാകണമെങ്കിൽ, സ്നേഹം കളങ്കമില്ലാത്ത സ്നേഹമാകണമെങ്കിൽ, സ്നേഹത്തിന്റെ ഫലം കൊയ്യുന്ന തലത്തിലേക്ക് സ്നേഹം മാറണമെങ്കിൽ അതിനാവശ്യമുള്ളത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്നതാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കാനാവണം എല്ലാ സ്നേഹമെന്നും. ഭാര്യയെ സ്നേഹിക്കുന്നതും, മക്കളെ സ്നേഹിക്കുന്നതും, സുഹൃത്തിനെ സ്നേഹിക്കുന്നതും, ആരെ സ്നേഹിക്കുന്നതും അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. ഒരു വിശ്വാസിയുടെ അന്വേഷണവും അറിവും പഠനവും വായനയും റിസർച്ചും അവൻ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവന്റെ ആലോചനയും അവന്റെ കാഴ്ചകളും അവൻ കേൾക്കുന്നതുമൊക്കെ അവനെ എത്തിക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പരമയാഥാർത്ഥ്യമാകുന്ന തിരിച്ചറിവുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവാകുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, അറിവാണ്. അതുകൊണ്ടുതന്നെ എല്ലാ സ്നേഹവും കേന്ദ്രീകരിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, റജുലാനി തഹാബാ ഫില്ലാഹ് വജിത്തമാ അലൈഹി വതഫറഖ അലൈഹി. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിച്ചപ്പോ പ്രധാനമായും പരാമർശിച്ചവരിൽ ഒരു വിഭാഗമാരാണ് 2 മനുഷ്യന്മാർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചുകൂടുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന സ്നേഹത്തിന്റെ നിഷ്കളങ്കമായ, കളങ്കമില്ലാത്ത, ഏറ്റവും ശുദ്ധമായ, സ്വാർത്ഥത തീണ്ടാത്ത സ്നേഹത്തിന്റെ ഏറ്റവും ആത്മാർത്ഥമായ തലത്തെ ലോകത്ത് പഠിപ്പിച്ചു ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്നാണ് നാം ഇന്നത്തെ ലോകത്തെ വിലയിരുത്തേണ്ടത്. കാരണം നമുക്ക് വേണ്ടി സമർപ്പിച്ച, നമുക്ക് വേണ്ടി സൗന്ദര്യത്തെ സമർപ്പിച്ച, നമുക്ക് വേണ്ടി ആരോഗ്യത്തെ സമർപ്പിച്ച, നമുക്ക് വേണ്ടി ആയുസ്സിനെ സമർപ്പിച്ച മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലും ഭൗതിക താൽപര്യത്തിനായിക്കൊണ്ടിരിക്കുന്നു.
അവിടെ അതാണല്ലോ സഹോദരന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്ന് കിട്ടാനുള്ളത് മുഴുവനും അനുഭവിച്ചതിന് ശേഷം അവരിൽ നിന്ന് വല്ലതും കിട്ടുന്ന കാലത്ത് മുഴുവനും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന തലത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. മതബോധമുണ്ടെന്ന് പറയുന്നവർ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? ഉപ്പായെയും ഉമ്മായെയും ബാപ്പയെയും ഉമ്മയെയും മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുന്നത് അവരിൽ നിന്ന് വല്ലതും ഇങ്ങോട്ട് കിട്ടാനുള്ള താല്പര്യത്തിന്റെ പേരിലാണെങ്കിൽ കിട്ടുന്ന കാലത്ത് മാത്രമേ ലോകത്തിന് സ്നേഹിക്കാൻ പറ്റൂ, മക്കൾക്ക് സ്നേഹിക്കാൻ പറ്റൂ. കിട്ടാത്ത കാലത്ത് ആ സ്നേഹം കൊടുക്കാൻ കഴിയാതെ വരുമ്പോ ഡിസ്പോസിബിൾ സംസ്കാരം സമൂഹത്തിലുണ്ടാവും. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ആധുനികന്റെ ജീവിതത്തിലെ മാറ്റം അത് മാതൃവൃദ്ധ ബന്ധത്തിലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുനാഥന്മാരോടുള്ള ബന്ധവും അങ്ങനെ പരിണമിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളോടുള്ള ബന്ധവും അങ്ങനെ പരിണമിച്ചിരിക്കുന്നു. അയൽവാസികളിലും ഇങ്ങോട്ട് കിട്ടാനുള്ള താല്പര്യത്തിന്റെ പേരിലുള്ള സ്നേഹം മാത്രമായി കൊണ്ടിരിക്കുന്നു. അവിടെയാണ് സഹോദരന്മാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല, സ്നേഹത്തിന്റെ ആഴം പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ഹബീബ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ജനങ്ങൾക്ക് വേണ്ടി, സുഹൃത്തിന് വേണ്ടി തനിക്കിഷ്ടമുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് വരുമ്പോ അതാ ആ സ്നേഹത്തിന്റെ ആഴമാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വൃദ്ധകളായ, പ്രായമുള്ള, കിളവന്മാരായ, കിളവികളായ ആളുകൾ വഴിയാധാരമായി പോകുന്നത്, ചില ആളുകൾക്ക് ഭാര്യമാർ നഷ്ടപ്പെടുന്നത്, ചിലവർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്നത്, ചിലവർക്ക് മക്കളെ പോലും നഷ്ടപ്പെടുന്നത്, മക്കളെ സ്നേഹിക്കുന്നത് പോലും ഭൗതിക താല്പര്യത്തിനായിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് വല്ലതും കിട്ടാൻ വേണ്ടി മക്കളെ സ്നേഹിക്കുന്ന തലത്തിലേക്ക് സ്നേഹം മാറിയിരിക്കുന്നു. ഈ തലത്തിൽ പുതിയ ലോകത്തിന്റെ പ്രശ്നങ്ങളെ വിലയിരുത്തി ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ആ ഹബീബിലേക്കുള്ള തിരിച്ചുപോക്കിനുള്ള അവസരമാണ് റബീഉൽ അവ്വൽ മാസം. ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. കുണ്ടൂർ ഉസ്താദ് ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമെന്താണ്? ഹബീബിനെ കുറിച്ച് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളരെ വികാരത്തോടുകൂടെ ലോകത്തിന്റെ മുന്നിൽ പ്രകീർത്തനത്തിന്റെ ഏറ്റവും വലിയ ആസ്വാദനവും മധുരവും ലോകത്തിന് സമർപ്പിച്ച് സമ്മാനിച്ചുകൊണ്ട് ഹബീബിനെ കുറിച്ച് പാടുക മാത്രമല്ല ചെയ്തത്, രചിക്കുക മാത്രമല്ല ചെയ്തത്, ആ ഹബീബിന് വേണ്ടി മൗലിദ് പാരായണം ചെയ്യുകയും സദസ്സ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴും ലോകത്തിന്റെ നേതാവ് ലോകത്തിന് പകർന്നുകൊടുത്ത ഏറ്റവും വലിയ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ സന്ദേശമാകുന്ന റഹ്മത്ത് എന്ന് പറയുന്ന സന്ദേശം ജീവിതത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ചു എന്നതാണ് മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ നബിയെ തങ്ങൾ അയച്ചിട്ടില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. കാരുണ്യമെന്ന്, കാരുണ്യത്തിന്റെ പ്രതീകമെന്ന്, നന്മയുടെ, കാരുണ്യത്തിന്റെ ഗുണം നന്മയുടെ എല്ലാവിധ തലങ്ങളും ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം ജീവിതത്തിലൂടെ എങ്ങനെ സമൂഹത്തിന് പകർന്നു കൊടുക്കാമെന്ന് ജീവിക്കുന്ന കാലത്ത് കാണിച്ചു കൊടുത്തു കുണ്ടൂർ ഉസ്താദ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരണം ലളിതമായ ഒരു ഫക്കീറിന്റെ രൂപത്തിൽ, വേഷത്തിലും എല്ലാറ്റിലും ഒരു ജാടകളുമില്ലാതെ ഏത് സാധാരണക്കാരനേക്കും കയറി ചെല്ലാൻ പറ്റുന്ന തലത്തിൽ, ആരുടെ മുന്നിലേക്കും എങ്ങോട്ടും, ഏത് കടയിലേക്കും, ഏത് വീട്ടിലേക്കും, ഏത് മക്കാനിയിലേക്കും, ഏത് അങ്ങാടിയിലേക്കും കയറി ചെല്ലാൻ പറ്റുന്ന തലത്തിൽ വിശാല ഹൃദയമുള്ള, കളങ്കമില്ലാത്ത ഹൃദയമുള്ള, സ്വാർത്ഥത തീണ്ടാത്ത കൽബുള്ള, തന്റെ ജീവിതകാലം അശരണരായ, വേദനിക്കുന്നവരായ, പ്രയാസപ്പെടുന്നവരായ, പട്ടിണി കിടന്നവരായ, ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ അനുഭവിച്ചു വരുന്ന ആളുകൾക്ക് ആരുടെ മുന്നിലേക്കും കയറി ചെന്നുകൊണ്ട് ഓരോരുത്തരുടെയും പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെടുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മളൊക്കെ സാക്ഷികളാണ്. സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് അബൂജഹലിന് കടം വാങ്ങിയ പണം കൊടുക്കാത്ത പാവപ്പെട്ട ഒരു മനുഷ്യന്റെ പരാതി കേട്ടപ്പോ ആ അബൂജഹലിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് അവന്റെ പണം കൊടുക്കൂ, അവകാശം കൊടുക്കൂ എന്ന് പറഞ്ഞ് ആരുടെ മുന്നിൽ ചെന്ന് പാവപ്പെട്ടവന്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ച ആ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ പ്രതീകമായ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക ജീവിതത്തിൽ ലോകത്തിന് പകർന്നുകൊടുത്തു.
അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇന്ന് ആ തന്റെ വഫാത്തിന് ശേഷവും തന്റെ ജീവിതകാലത്തുള്ളതിനേക്കാളും ഈ ഉറൂസിന്റെ ഓരോ ദിവസങ്ങളും ഇവിടെ വന്നുപോകുന്ന ആളുകൾക്കറിയാം, ഒരു പ്രത്യേകമായ ആത്മീയമായ നിയന്ത്രണമാണ് ഇവിടെ നടക്കുന്നത്. ഈ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ എത്ര ഭക്തിയോടെ, എത്ര അച്ചടക്കത്തോടെ, എത്ര ശാന്തരായിട്ട്, ആരും നിയന്ത്രിക്കപ്പെടാതെ ഇവിടെ എല്ലാം ഭംഗിയായി നടന്നു പോവുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആ തന്റെ ഹൃദയത്തിന്റെയും ജീവിതത്തിന്റെയും ശാന്തത, സൗമ്യത, ലാളിത്യം അതെല്ലാം ഈ ഉറൂസിലും നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചല്ലോ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അല്ലാഹുവിനെ അറിഞ്ഞ് വിശ്വസിച്ച, ഉജ്ജ്വല വിശ്വാസം പുലർത്തിയ സഹോദരന്മാരെ, ആ വിശ്വാസത്തിന്റെ കരുത്തിനനുസരിച്ച് ജീവിതത്തിൽ വിശ്വാസിക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നല്ലവരായ സ്വാലിഹീങ്ങളായ ആളുകൾ, അവരിലേക്ക് ജനങ്ങളുടെ, ലോകത്തിന്റെ, രാജ്യങ്ങളുടെ, ഗ്രാമങ്ങളുടെ ഹൃദയത്തെ തിരിച്ചുവെക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തിരിച്ചുപിടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചെങ്കിൽ ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പദവിയിലേക്ക് എത്തുന്നവർക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണമെന്താണ്? അത് വിനയമാണ്. യാതൊരു തർക്കവുമില്ല. ലോകത്തെ ഏറ്റവും അള്ളാഹുവിനോടടുത്ത ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിതത്തിലുടനീളം ഇഷ്ടപ്പെട്ടത് അബ്ദ് എന്ന പേര് കേൾക്കാനായിരുന്നു. അബ്ദ് എന്ന അബ്ദുള്ള എന്ന പേര് പറയപ്പെടാനായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉജ്ജ്വലമായ സംഭവങ്ങളെ, മുഅ്ജിസത്തുകളെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിടത്തൊക്കെ റസൂലോ അല്ലെങ്കിൽ മറ്റു നാമങ്ങളോ പ്രയോഗിക്കുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ അബ്ദ് എന്ന പ്രയോഗം പ്രയോഗിച്ചത് കാരണം ഉന്നതമായ ആത്മീയമായ ഔന്നിത്യങ്ങളിലേക്ക് കടന്നുവരുന്ന മുഅ്മിനായ മനുഷ്യൻ എത്ര ഉയർന്നാലും മറ്റുള്ളവരെ അവഗണിക്കുന്ന, മറ്റുള്ളവരെ പരിഹസിക്കുന്ന, മറ്റുള്ളവരുടെ സ്ഥാനത്തെ മാനിക്കാത്ത തലത്തിലേക്ക് ഉയരാറില്ല. അവർ വിനയാന്വിതരാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് മഹാനായ കുണ്ടൂർ ഉസ്താദ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമെന്താണ്? ആത്മീയ ലോകത്ത് ഉയർന്നു വരുന്നവർ അവർ ആരായിരിക്കണമെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർ ഒന്നുമല്ല, മറ്റുള്ളവരടുത്ത് ഒന്നുമില്ല, മറ്റുള്ള ആളുകൾ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്ന മനോഭാവമുള്ള തലത്തിലേക്ക് ആത്മീയതയുടെ ആളുകളെന്ന് പറയുന്ന ചില ആളുകൾക്ക് മനംമാറ്റം വരുന്നുവെങ്കിൽ അത് തീർച്ചയായും മഹാനായ കുണ്ടൂർ ഉസ്താദും മഹാന്മാരും പൂർവികരും പകർന്നു തന്ന പാതയല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അഭിമാനമുള്ളവരാണ്. അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. കാരണം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. മൗലാന എം.എ. ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ ചിത്താരി ഉസ്താദ് അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ, അതുപോലെ നമ്മുടെ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തെ ലോകത്തിന്റെ മുന്നിൽ പ്രയോഗിച്ച് കാണിച്ചു കൊടുത്ത മഹാന്മാരൊക്കെ നമ്മളോടൊപ്പമുണ്ട് എന്നത് ഏറ്റവും വലിയ അഭിമാനമാണ്. സമസ്തയുടെയും SYS-ന്റെയും SSF-ന്റെയും സംഘടനാ പ്രവർത്തകരുടെ കൂട്ടായ്മയിലൂടെ രൂപപ്പെടുന്ന ഈ ഇസ്ലാമിക ദഅവകൾക്ക് പിന്തുണ നൽകാൻ, ആവേശം നൽകാൻ ജീവിക്കുന്ന കാലത്ത് കുണ്ടൂർ ഉസ്താദ് ഉണ്ടായിരുന്നു. വഫാത്തിന് ശേഷവും ബർസഖിയായ ലോകത്ത് നിന്നുകൊണ്ട് ഈ പ്രാസ്ഥാനിക മുന്നേറ്റത്തെ മഹാനായ കുണ്ടൂർ ഉസ്താദ് നമ്മളോടൊപ്പം നമ്മെ സഹായിക്കാനുണ്ട്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ മക്കൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു എല്ലാവിധ പ്രതാപവും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിടാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.